നമ്മളിന്നൊരു നാടൻ അയലക്കറിയാണ് വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ തേങ്ങ കുറച്ച് ചിരങ്ങിയത്, പിന്നെ മുളക് പൊടി ഒരു 1-1.5 സ്പൂണ്, ശകലം മല്ലിപ്പൊടി, ശകലം ഉലുവാപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, 2 കഷ്ണം ചുവന്നുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 2 കഷ്ണം 2 തണ്ട് കരിയാപ്പില, ഒരിത്തിരി കുടംപുളി, 2-3 കുടംപുളി. പിന്നെ നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ തേങ്ങ ചിരകി എടുത്തുകൊണ്ട് ഈ മസാലപ്പൊടികൾ, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി എന്നിവ ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം നമ്മളൊരു ചട്ടിയിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചട്ടി മൊത്തം ഒന്ന് ചുറ്റിയതിന് ശേഷം ആ പച്ചമുളക് കീറിയിടുക, കരിയാപ്പില തണ്ട് എതിർത്തിടുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല അതിലേക്കിടുക. അത് കുറച്ച് നമ്മൾ മിക്സിക്കകത്തുനിന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കഴുകി ഒഴിക്കാവുന്നതാണ്. കാരണം അത് നമുക്ക് എന്തായാലും മീൻ കറിക്ക് വെള്ളം വേണമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ വേറെ വെള്ളം എടുക്കേണ്ട, അതൊന്ന് കഴുകിയെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മളുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പറക്കിയിടുക. അതിലേക്ക് നമ്മൾ കഷ്ണങ്ങൾ പറക്കിയിട്ടു. അത്യാവശ്യം വേണ്ടുന്ന നമുക്ക് എത്ര ചാറ് വേണോ അതനുസരിച്ചുള്ള വെള്ളം ഒഴിക്കുക. ശകലം എണ്ണ ഒഴിച്ചു. പിന്നെ അത് നമ്മൾ കുടംപുളി, നമ്മുടെ കയ്യിലുള്ള കുടംപുളി, 3 കഷ്ണം കുടംപുളി ഇടുക. ആവശ്യത്തിന്, സ്വാദനുസൃതമായ ആവശ്യത്തിന് നമ്മൾ ഉപ്പിടുക. എന്നിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് നന്നായി തിളപ്പിച്ച് സാധാരണ മീൻ കറി വെക്കുന്ന പോലെ തന്നെ എടുക്കുക. ഇതാണ് നമ്മുടെ നാടൻ മീൻ കറി. നമ്മുടെ അയലക്കറി പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കൊള്ളാം.